നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആലീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. വാണിയംകുളം ടൗണിന്റെ മുഖം മിനുക്കി ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയാക്കിയ വാണിയംകുളം ടൗണിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ടൗണിന്റെ മുഖച്ഛായ മാറ്റിയെടുത്ത നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള അഴുക്കുചാൽ നിർമ്മാണം, കട്ടകൾ വിരിച്ച് മനോഹരമാക്കിയ നടപ്പാത നിർമ്മാണം, ഇന്റർലോക്ക് ടൈൽ വിരിച്ചുള്ള പുതിയ പാർക്കിംഗ് സൗകര്യം, BM-BC നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണം, റോഡ് സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങൾ എന്നിവയാണ് പൂർത്തീകരിച്ചത്. ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ഉത്തരമേഖല പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NP കോമളം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കനകരാജൻ, കോൺഗ്രസ് എസ് പ്രതിനിധി സുനിൽ തെക്കേതിൽ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ശ്വാസം മുട്ടൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ കുറേ കാലത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു ഒന്നാം ഘട്ടം എന്ന നിലക്ക് നമുക്ക് ഈ വാണിയംകുളം മല്ലപ്പുഴ റോഡിൻ്റെ ജംഗ്ഷൻ മുതൽ ഏറെക്കുറെ വിദ്യാഭ്യാസ ഹോസ്പിറ്റൽ വരെയുള്ള പ്രദേശത്ത് കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ മറ്റ് രൂപത്തിലുള്ള കൈവശപ്പെടുത്തലുകളുമൊക്കെ ആയി നമ്മൾ റോഡിൻ്റെ വീതി പരിമിതപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ റോഡിൻ്റെ സ്ഥലം കണ്ടെത്തുകയും അതിനനുസരിച്ചുകൊണ്ട് അവരുമായി സംസാരിച്ച് ആവശ്യമായുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ഘട്ട പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.